കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനായി LDF വലവിരിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന പ്രഖ്യാപനവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF സ്വീകരിക്കും. മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും LDFിൽ വരാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ശശി തരൂർ ഒരു വ്യക്തിയോട് എന്തു സമീപനം എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം. ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നം പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ വിടില്ല. ശശി തരൂർ LDFുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന നിലയാണ്. അയാൾ പാർലമെന്റ് മെമ്പറാണ്, ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം ഇടപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയുമില്ല. ഡൽഹിയിൽ AICC വിളിച്ച ചർച്ചയിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നിരുന്നു. ചൊവ്വാഴ്ച ചേരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഡോക്ടർ ശശി തരൂർ MP-യുടെ മോദി സ്തുതിയൊക്കെ നേരത്തെ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയതാണ്. പക്ഷേ ഈ രീതിയിൽ LDFിലേക്ക് പോകുന്നു അല്ലെങ്കിൽ CPM-മായി അടുക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ അത് എവിടെ നിന്നാണ് വന്നത്? എന്താണ് അതിന്റെ ആധാരം? ഇപ്പോൾ TP രാമകൃഷ്ണൻ പോലും പറയുന്നു ചർച്ചകൾ ഉണ്ടെങ്കിൽ, അതിന് സാധ്യതയുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉയർന്ന ചർച്ചകൾക്ക് പിന്നിൽ? കോൺഗ്രസിൽ അസംതൃപ്തനായ ഡോക്ടർ ശശി തരൂർ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തരൂർ കോൺഗ്രസിലെ അസംതൃപ്തി ഏതാണ്ട് പരിഹരിച്ചതായിരുന്നു. വയനാട് നടന്ന കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്യാമ്പിൽ ശശി തരൂർ പൂർണ്ണസമയം പങ്കെടുക്കുകയും നേതാക്കളുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള ധാരണയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മാസം 19-ന് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിന് വേണ്ട വിധം പരിഗണന കിട്ടിയില്ല എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയെ തുടർന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം വീണ്ടും ഉലഞ്ഞത്. അങ്ങനെയാണ് ശശി തരൂർ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നത്. ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഇടത് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതിൻ്റെ ചില സൂചനകളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ദുബൈയിലും മറ്റും നടക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചില വ്യവസായികളാണ് ഇത്തരം ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്നത് എന്ന വിവരം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറെ അടുപ്പം പുലർത്തുന്ന ചില വ്യവസായികളാണ് ശശി തരൂരുമായി ആശയവിനിമയം നടത്തുന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ CPM നേതൃത്വം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. നേതാക്കളുമായി ഇതേപ്പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അത്തരം ഒരു തരത്തിലുള്ള നീക്കവും നടന്നിട്ടില്ല എന്നാണ് പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അത്തരമൊരു പ്രതികരണം നടത്താൻ ഘട്ടമായിട്ടില്ല എന്നവർ കരുതുന്നുകൊണ്ടാകണം ഇതേപ്പറ്റി ഒരു സ്ഥിരീകരണം നൽകാൻ തയ്യാറാകാത്തത്. ശശി തരൂരിനെ ഇടത് പാളയത്തിലേക്ക് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയേണ്ടതുണ്ട്. എന്നാൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം തന്നെ CPM നേതൃത്വം പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി തരൂരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി സ്തുതി നടത്തുന്ന ആളാണ് ശശി തരൂർ എന്നായിരുന്നു. മോദി സ്തുതി നടത്തുന്ന ഒരാളെ എങ്ങനെ പ്രവർത്തക സമിതി അംഗമാക്കിയിരുത്തി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യവും CPM കോൺഗ്രസിന് നേരെ മറ്റും ഉയർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ മോദി സ്തുതി നടത്തിയ ഒരാളെ പെട്ടെന്ന് എങ്ങനെയാണ് ഇടതുപക്ഷത്തേക്ക് CPM-ലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന ചോദ്യം അവിടെയുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആ ഒരു വ്യക്തതയ്ക്കായിരിക്കണം ഒരുപക്ഷെ CPM കാക്കുന്നത്. നേരത്തെ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം കേരളത്തിലേക്കും മറ്റും വന്ന ശശി തരൂര് ആദ്യഘട്ടത്തിൽ CPM-നോട് സഹകരിച്ച് പ്രവർത്തിക്കും എന്നായിരുന്നു കേട്ടത്. അന്ന് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് അദ്ദേഹം ചില ഇനിഷ്യേറ്റീവുകളൊക്കെ തുടങ്ങിയപ്പോൾ അതിന് പിന്തുണയുമായി വന്നത് ഇപ്പോഴത്തെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പിന്നെ മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് അടക്കമുള്ള ആളുകളായിരുന്നു. എന്നാൽ 2009 കൂടുതൽ സാധ്യത UPA-ക്കാണെന്ന് കണ്ട് തരൂർ കോൺഗ്രസിലേക്ക് പോവുകയായിരുന്നു എന്ന് വേണം അന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു സാധ്യത ഇടുമ്പോൾ അത് ഇടതുപക്ഷത്തേക്കാണോ, ഇടതുപക്ഷത്തിന് വിസ്മയമായി തരൂർ മാറുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. പ്രജിത്ത്. ശ്രീത്ത് തുടരുക. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഈ രീതിയിലുള്ള പല പൊളിറ്റിക്കൽ ത്രില്ലറുകളും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.